എന്റെ അമ്മേ. ഹലോ 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 ആരേത്? ഹലോ എത്ര വിളിച്ചാലും കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ആരെ അച്ഛൻ വിളിച്ചത്? ഞാൻ നമ്മുടെ ഓഡിറ്ററെ ഒന്ന് വിളിച്ചതാ. അയാളല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാലത്തെ പറഞ്ഞ പോലെ അക്കാര്യമൊക്കെ മറന്നു. പ്രായമായാൽ ഓർമ്മക്കുറവുണ്ടാവും. എന്താ പല പരസ്യം ജ്യോതിഷ് ബ്രഹ്മി നെല്ലിക്കാത്തളം കുറച്ച് നോക്കണോ? ഹലോ ഹലോ ആരാത്? എന്താ വേണ്ടേ? ഹലോ, ഇത് ഏത് നമ്പറാണ്? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടേ? അല്ല, അഞ്ജനയാണോ? അതെ. പവിയാ? അല്ല, അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരുന്നോ? എപ്പോ? കുറച്ചു നേരം മുമ്പ്. കുറെ പ്രാവശ്യം റിങ് ചെയ്തു. ഹലോ പറഞ്ഞപ്പോ റിപ്ലൈ ഇല്ല. ആരാന്നറിയില്ല. എന്താ പവി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ ബൈ. ബാബാ ഇരുന്നു. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ദാ ചെവിയും കേക്കണ്ടായ? അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ഞാൻ എന്തിനാ അഞ്ജനെ വിളിക്കുന്നത്? കള്ളത്തരം പറയരുത്. അച്ഛൻ ഫോൺ വെച്ച ഉടനെ ഞാൻ റീഡ് ചെയ്ത് നോക്കി. ഫോണിൽ ആ സൂത്രം വെച്ചിരിക്കുന്ന പിള്ളേർക്ക് കളിക്കാനൊന്നുമല്ല. വിളിച്ചൊന്ന് സമ്മതിച്ച എന്താ കുഴപ്പം? ശരിയാ, വിളിച്ചു. എന്തിന്? ചമ്മന്തി വിളിക്കാം. ചമ്മന്തി ആവാണ്ട് നോക്കിയാ മതി. എന്തിനാ വിളിച്ചേ? അല്ല, ഈ അവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം. അച്ഛൻ എന്ത് ഗാനമേളയ്ക്ക് പോണ്ടോ? അല്ലല്ല, നമ്മുടെ ഈ മായക്കുട്ടി ഒന്ന് അയക്കാന്ന് വിചാരിച്ചു. മായക്കുട്ടിയാ? അവളൊരു മൂളിപ്പാട്ടെങ്കിലും പാടുന്ന അച്ഛൻ ഇതുവരെ കേട്ടോ? ഒന്നുമില്ല, എന്നാലും നിന്റെ ചേട്ടന് ഭയങ്കര നിർബന്ധം അവളെ പാട്ട് പഠിപ്പിക്കണമെന്ന്. എവിടെങ്കിലും കൊള്ളാവുന്ന ടീച്ചർമാരുടെ പറയണമെന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും ഈ നിലയിരുത്തിയത് മനസ്സിലായ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ, പടത്തിലെ പെണ്ണിന്റെ വരെ കല്യാണായി. എന്തടാ വേണ്ട? ആയ്, കള്ളം കിടന്ന് ഉറങ്ങ. മെന്നെ, ഞാൻ ഈ കേട്ടത് ശരിയാണോ? താൻ ആ പഴയ ലൈനിനെ വിട്ടുന്ന്. താൻ വിട്ടെങ്കി അവരുടെ റൈറ്റ്സ് എനിക്ക് ഇട്ട് തന്നേക്ക്, ഞാൻ കിട്ടിക്കോളാം. ആ കുട്ടിയെ ആദ്യം കണ്ടപ്പോഴേ എനിക്കുണ്ടായി ലവ്. എന്താ ശാലീനത, എന്താ തറവാടിത്തം, എന്താ ഒരെടുപ്പ്. ഉള്ളത് പറയാലോ, താൻ കല്യാണം കഴിക്കാഞ്ഞത് നന്നായി. തന്റെ കയ്യിൽ അത് നിക്കില്ല. താൻ വിഷമിക്കണ്ട. വലേന്ന് പോയാലും കുളത്തില് തന്നെയല്ലേ. തനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഗേറ്റിന്റെ അവിടെ ഒന്നൊന്ന് കാണാലോ. അത്രേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ? പെങ്ങളാ? മനസ്സിലായില്ല. അതാണ് ദേഷ്യം വരണേ. ഞാൻ അതങ്ങോട്ട് ക്ലിയർ ആക്കി തരാം.
ഇപ്പോ തന്റെ മകന് ഞാൻ വേറെ ആരെങ്കിലും ആയിട്ട് കാണുന്നുണ്ട? എന്റെ കൂട്ടുകാരന്റെ മകനായിട്ടാ. അതുപോലെ എന്റെ ഭാര്യയെ താൻ സ്വന്തം പെങ്ങളായിട്ട് കാണണം. അത്രേ ഉള്ളൂ. അളിയൻ അങ്ങോട്ട് കിടന്നേ. ഇനി എനിക്ക് അളിയന്റെ സമ്മതം വേണം. സമ്മതിച്ചു എന്ന് വെച്ച് അളിയനെ ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരാന്ന് അളിയന്റെ മൂത്ത മകനും അവന്റെ ഭാര്യ ഗിരിജയും സമ്മതിച്ചിട്ടുണ്ട്. അളിയ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. ഒന്ന് സമ്മതിച്ചു ഒന്ന് പറയാ അളിയ. ഒരു അത്യാവശ്യമായിട്ടല്ലേ. അത് മതി അളിയ, അത് മതി. ദേ, ഈ കല്യാണത്തിന് പാരിതോഷികമായിട്ട് എനിക്കും ടീച്ചർക്ക് ഉണ്ടാവണ ആദ്യത്തെ കുട്ടിയെ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് നടയിരുത്തും. അളിയനാണെങ്കിൽ അമ്മയില്ലാത്ത കുട്ടികളെ വളർത്തി നല്ല ശീലാണല്ലോ. ഒന്ന് ഇറങ്ങിപ്പോഴോ. ആ, എനിക്ക് സമയമില്ല, ഞാൻ പോവാ. കല്യാണത്തിന് അളിയൻ താടിയൊക്കെ പഠിച്ച് മിടുക്കനായിട്ട് വന്നോളൂട്ടോ. ചന്തിലടിപ്പഴമാങ്ങ. പഴയ കാമുയിക്ക് ഒരാളെ കിട്ടിയ സന്തോഷത്തിലെ നിന്റെ അച്ഛൻ. നാണല്ലേ? ഇല്ല, നിന്റെ അമ്മയൊന്നുമല്ലല്ലോ ഞാൻ കെട്ടണത്. നാണിച്ച് നിന്നാ നിന്റെ അച്ഛന് പറ്റിയതുപോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയത് കാണേണ്ടി വരുമടാ ആണ്ടിലൊരിക്കൽ പല്ല് തേക്കുന്നവനെ. എന്റെ ഈശ്വര, അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്. ഞാൻ പല്ല് വെച്ചിട്ടില്ല. ആ ബ്രഷ് ഇടുന്നേ. ബ്രഷ് ഇവിടെ ഒരു പൊട്ടൻ ചക്കൻ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോടോ കഴുതേ? എടാ, എസ്റ്റീം എന്ന് പറഞ്ഞാൽ അതൊരു കാറിന്റെ പേരല്ലേ? അതെ. അതെന്തിനാ കല്യാണക്കുറിയിൽ അടിക്കണേ? വി സോളിസിറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ അത് മലയാളത്തിൽ അടിച്ചാ പോരെ? അത് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് ഗിരിജക്ക് വലിയ നിർബന്ധം. നമ്മള് സായിപ്പ്മാരെ ഒന്നല്ലോ ക്ഷണിക്കണത്, മലയാളത്തിൽ അടിച്ചാ മതി. അല്ല, ഇപ്പൊ അളിയന്റെ അഭിപ്രായം എന്താ? മലയാളത്തിൽ പോരെ? നിങ്ങളാവുമ്പോ ഈ കവിതയും സാഹിത്യമൊക്കെ ഉള്ള ആളല്ലേ. മലയാളത്തിൽ നല്ലൊരു ക്ഷണക്കത്ത് എഴുതി. ഈ ക്ഷണക്കത്ത് കണ്ട കല്യാണത്തിന് ആളുകൾ വരണം. ഞാൻ പറഞ്ഞില്ലേ, പെണക്ക. പെണ്ണ് കാണാൻ പോകുമ്പോ താനും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞതാ. ഇവനും ഗിരിജയെ സമ്മതിക്കാഞ്ഞത്. ഉള്ള കാര്യം പറയാലോ, ഞങ്ങള് രാവിലെ പെണ്ണ് കാണാൻ പോയി. ശ്രീദേവി പറഞ്ഞു അത്രേ, എന്തിനാ ഇങ്ങനൊരു ചടങ്ങ്? ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ, എത്രയും വേഗം കല്യാണം നടത്തിയാൽ മതി. അല്ല, അവിടെ ഇവിടെയൊക്കെ ആളുകൾ അറിഞ്ഞു പോയില്ലേ, മാനക്കേട് മാറ്റണ്ടേ? അതിപ്പോ നാരായണനല്ല, ആരായാലും അവർക്ക് ഈ ചടങ്ങ് നടത്തിയാൽ മതി എന്നാ എഴുതിയാ. ആ, അവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് സംഗതി നടത്താമെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ദേ, കല്യാണ സാരി എടുത്തു. ഇത് ഗിരിജയുടെ സെലക്ഷൻ, ഇത് എന്റെ സെലക്ഷൻ. ഇതില് ബ്ലൗസ് പീസും ഉണ്ട്. ഇതിലേതാ നല്ലത്? മേനോ കണ്ട് ഓക്കെ പറഞ്ഞാലേ എനിക്ക് തൃപ്തിയാവൂ. ദേ നോക്കിയേ, ഇതല്ലേ നല്ലത്? ദേവിക്ക് ചേരുന്നത് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ആ നിറവും തുടിപ്പും എടുപ്പും ഇതങ്ങോട്ട് ഉടുത്തു വന്ന എന്റെ മേനെ. കുമരകത്ത് ഹണിമൂൺ കോട്ടേജ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച ഞാനൊന്ന് അങ്ങോട്ട് അർമാദിക്കും. പറ, ഇതിലേത് വേണം? ദേ, മേനോനൊന്ന് കണ്ണടച്ചേ. കണ്ണടച്ചിട്ട് ദേ അതിലൊന്ന് തൊട്ടാ മതി. തൊടു മേനെ, തൊടുറ കുട്ടാ. എടുത്തോട്ട് പോടോ മേനെ. അവളുടെ പേര് പറയാനുള്ള യോഗ്യത ഉണ്ടോ എനിക്ക്? അവളെ ദേവി എന്ന് വിളിക്കാൻ ഈ ലോകത്ത് എനിക്ക് അവകാശമുള്ളൂ, എനിക്ക് മാത്രം. അല്ല, എന്ന് പറഞ്ഞ അച്ഛൻ പിന്മാറിയത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത്. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ. അവരുടെ വീട്ടിലല്ലേ അഞ്ചന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശാരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്. അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്ത്? കഴുത്തില് താലി കണ്ടില്ലെന്ന്. ഒരു സ്ത്രീയെ കണ്ട എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ, താലി കണ്ടില്ല. കല്യാണം കഴിക്കാന്റെ കഴുത്തിലോടെ താലി ഉണ്ടാവുക. കിടന്ന അപ്പൊ ഉറങ്ങും പാവം. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ, ഞാൻ റെഡിയാ. കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ടീച്ചറിന്റെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പൂരി മോന്തക്കടിക്കും. അടി ഞാൻ കൊണ്ടോളാം. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചരക്ക്. വൃത്തികെട്ടവൻ. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. ഞാൻ കള്ളത്താടിക്കാരൻ. മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ. എനിക്ക് പേടിയാ. ഈ പണ്ടാറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ! എന്താണോ? എനിക്ക് എന്റെ അമ്മയെ വിളിക്കാൻ പാടില്ലേ? ഓ, എന്താ എടുക്കാത്ത? ഇതൊന്നേ, മോളെ ആരോടും പറയണ്ട. ഇതിന്റെ അകത്ത് ഫിലിമൊന്നുമില്ല. പിന്നെ ഇതീ കൂടെ നോക്കുമ്പോ ഒരു കുളിർമ അത്രേ ഉള്ളൂ. ഓ, അത് ശരി. ആന്റിയുടെ ഹസ്ബൻഡേ പട്ടാളത്തിലാ. അധികം കുളിരുണ്ട, പനി പിടിക്കും.
ആ കൂട്ടുകാരെവിടെ കണ്ടില്ലല്ലോ? ചെറുക്കൻ ഷെഡ് കാണാനില്ല, ഷർട്ട് കാണാനില്ല എന്ന് പറഞ്ഞ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. വയസ്സാം കാലത്ത് തന്നെ താടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കണ്ടാവും. എന്നാ ഞാൻ പോയി നോക്കിട്ട് ആ വരാം. ചെല്ല്. ഔ പട്ടാളം. വാ ഇങ്ങോട്ട് വരാൻ. വാ മോനെ. അച്ഛൻ എന്ത് പണിയെ കാണിച്ചേ? പെട്ടിക്കകത്ത് വേറൊന്നും കണ്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടത്. എനിക്ക് വൈകിട്ടുണ്ട് നടക്കാൻ. ആളുകൾ മുഴുവൻ എന്നെ നോക്കുക ഏതൊരു പുതിയ ജീവിയെ പോലെ. ഇങ്ങോട്ട് ഒരിക്കും. ഇതിപ്പോ എല്ലാരും കണ്ടുപോയില്ലേ? താലി കെട്ടി വരെ ഞാനിടാം. സദ്യക്ക് നീ കിട്ടോ? സദ്യക്കാ? അയ്യടാ. ആഹാ എന്താ രണ്ടുപേരും കൂടെ മാറുന്നൊരു വഴക്ക്? ഇവൻ അയ്യേ പവിക്കത് എവിടുന്ന് കിട്ടിയ അമ്മാവൻ വേഷം? ദേ അച്ഛനെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും ഇത് അച്ഛനും ഇത് മോനും വന്നേ പറയൂ. അതിപ്പോ അല്ലേലും എല്ലാരും അങ്ങനെ തന്നെ പറയുന്നത്. ആ മുഹൂർത്തായി. മുഹൂർത്തമായി. മുഹൂർത്തമായി. ചവി ഇവിടെ വെക്കുക. വരണില്ലേ? ശവി തന്റെ അപ്പൂപ്പന വരാടോ തന്റെ 16-ന്. അല്ല വേണ്ട, ഞാൻ ശരിയാക്കി. ഇവര് നന്നാക്കി തരുമോ മാവാ? അങ്ങനല്ല. എന്താണ് കാര്യം? വണ്ടിക്ക് ഒരു ചെറിയ ട്രബിൾ. കൃത്യമായി ഇതിന്റെ മുമ്പിൽ തന്നെ വരുമ്പോ തന്റെ വണ്ടിക്ക് ഒരു ട്രബിളോ? മെക്കാനിക്ക് വല്ലതും ഉണ്ടോന്ന്. ഏത് മെക്കാനിക്ക്? ആരുടെ ഈ വണ്ടി? എന്താ കുക്കിനൊരു വണ്ടിയോ? ജീപ്പി പോയി വീടോ? ചെല്ലേ, എന്താണ് അവിടെ കാര്യം? അങ്കിളിന്റെ വണ്ടി. അങ്കിളിന്റെ വണ്ടി കോളേജ് പോടാ. ചെല്ലേ, നിന്റെ കടയിൽ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഉണ്ടില്ലേ? ഒരു പഴം ഇങ്ങോട്ട് എടേ. ആ എലിയമ്മ വാ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എടുത്തു തിന്നുമല്ലോ. നിങ്ങളുടെ ഊര് പോയില്ലേ? റെഡിയായി. എന്തോ റെഡിയായി? വണ്ടി റെഡിയായി. അതിനിടയ്ക്കങ്ങ് റെഡിയായോ? ആ പവനെ ഉദ്ദേശിച്ച് നിങ്ങളെ ഞാൻ വെറുതെ ഇവിടുന്ന് കയറി വണ്ടിയില്ലേ? വണ്ടി വിടാ. ആ അടാ വിട്ടുവെക്കോ. വീട് പിടി. മേലാലി ഈ ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ചെല്ല. ആ വല്ല സോഡയൊക്കെ മാറ്റി കുടിച്ചോ. രാവിലെ ആരും ഒന്നും കഴിച്ചതല്ലോ. ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം. വന്നേ. അല്ല സാറേ, ഇതെന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നുമല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയട്ടാന്ന് വെച്ചിട്ടല്ലേ ഞാൻ കളവനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ? എന്താ അലമാരിയില് പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാൽ ചിലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കും. അല്ല ഓഡിറ്ററെ കണ്ടോ? പിന്നെ കാണാണ്ട്. പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്നോട് ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചങ്ങ് കേറി. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്യും. അതേതായാലും നന്നായി. അച്ഛനകത്തേക്ക് വാ. ടയർഡായിട്ട് വരികയല്ലേ? നമുക്കിനി കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛനിനി AC-ലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാ മതി. ഓ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ ഒന്നു അച്ഛൻ അറിഞ്ഞൂടെ? ഇത് ഡബിൾ റോളാ. ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്താ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ലേ സാറേ? പിന്നെ ആ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവരൊക്കെ എന്നാ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? അല്ലേ? അച്ചോ, കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛന് പറഞ്ഞോണ്ടല്ലോ അടിച്ചു ചെയ്തോട്ടാ പാട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞു പോയേ? അടുക്കളയിൽ ഗ്യാസ് വല്ലതും ലീക്കായോ? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാവാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്ന് നിന്നേ. എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാന്ന്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടറാ.
എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും ഇല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയിൽ കമത്തിന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കാം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തതിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ. പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുമപ്പാവും. പുറകെ പ്രാണിമഴയും. നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ.